കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡേട്ടൻ അങ്ങനെ ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ. അത് 8 ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അത് 5 lakhs. അപ്പോൾ തൊപ്പിയായിട്ട് ഇപ്പം എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ വിളിച്ചു. ഈ കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ ഒരു 3 ലക്ഷം രൂപയുടെ കൂട്ടി പറഞ്ഞതിനകത്ത് അത് ചോദിച്ചില്ലായിരുന്നു തൊപ്പിയോട്? ഇല്ല, വേറെ ആൾക്ക് വേറെ ചിലവുണ്ടാവും. തൊപ്പീസ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. സൈബർ ബുള്ളിങ് ആയിട്ടും ഭയങ്കരമായിട്ട് ജിൻഡോയ്ക്ക് ഏറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ബിഗ് ബോസിൽ നിന്നൊക്കെ നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ലേ. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മളെ ഗേറ്റേഴ്സിനൊക്കെ നമ്മൾ മറ്റു കണ്ടസ്റ്റന്റ് ആയിട്ടൊരു അകൽച്ചയുണ്ടോ ജിൻഡോ? കുഴപ്പമില്ല. എല്ലാവരോടും ഫീൽ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ചോദിക്കുന്നത്. എല്ലാവരോടും കോൺടാക്ട് ഉണ്ട്. എല്ലാവരോടും കോൺടാക്ട് ഉണ്ട്. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ ഒരുമിച്ച് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലത്ത്. പിന്നെ അപേക്ഷ കാണിക്കോട്ടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്ത് ഫംഗ്ഷൻ കണ്ടത് എല്ലാവരും ഒരുമിച്ച്. അതായത് ബിഗ് ബോസ് കഴിഞ്ഞുകൊണ്ടൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ ജിൻഡോ കണ്ടില്ല, പോയില്ല. നമ്മുടെ DNA മൂവിയുടെ പ്രൊമോഷൻ ഏറ്റുണ്ടായിരുന്നു. നേരത്തെ ഏറ്റതാണ്. അപ്പോൾ അതിന് പോകാതിരിക്കാൻ പറ്റില്ല. ആ ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകുന്നു. അച്ഛനായിട്ട് നല്ല കോൺടാക്റ്റിലിരിക്കുന്ന ആളാണ് ഞാൻ. നമ്മളെ ബിഗ് ബോസിലായാലും നമ്മൾ ഡാൻസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർഫോം ചെയ്ത ആളാണ്. ആളോട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, നമ്മൾ കഴിഞ്ഞാൽ വരാത്ത. അത് നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഗേറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ നിർത്തി. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ജിൻഡോയ്ക്ക് ഇപ്പോഴും ഒരു സൈബർ